അപ്പോൾ ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നല്ല വെള്ള കളറിലായിട്ട് ഇരിക്കണം. നല്ല സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളാണെന്ന് കരുതി ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്നായി വരുമ്പോൾ തന്നെ അതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതൊന്നായി വന്നതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ മല്ലിയിലയും പിന്നെ ഒരു പകുതി നാരങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ഇപ്പോൾ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു വിസിൽ വന്നാൽ മതി, അപ്പോഴത്തേനും ഇത് റെഡി ആവും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വെള്ള കളറിലുള്ള അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ. നല്ല പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അടിപൊളി അതുപോലത്തെ നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ടിട്ടുള്ള ചിക്കൻ റോസ്റ്റും കൂടെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ എന്തായാലും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും ഒന്ന് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്